ഞെട്ടിത്തെരിച്ചു നിന്നവർ ഇത് പലരും ചോദിച്ചത് നമ്മുടെ കേരളത്തിൽ തന്നെയാണോ എന്ന്. ഇതെല്ലാം സംഭവിച്ചത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, സാക്ഷരതയും വിവരവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന്. സാക്ഷരതയും വിവരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അട്ടിവരയിടുന്നു. കാരണം ഇത്തരം അന്ധവിശ്വാസത്തിൽ ഉൾപ്പെട്ടു പോകുന്നവർ പലരും വിദ്യാസമ്പന്നരും സമൂഹത്തിൽ ഉയർന്ന പദവികൾ അലങ്കരിക്കുന്നവരുമാണ്. കുഞ്ഞിൻ്റെ ജനനം നിസ്സാരമായിട്ട് നോക്കുക. ഒരു കുഞ്ഞിൻ്റെ ജനനം നല്ല മുഹൂർത്തത്തിലും നാളിനുമാകാൻ സിസേറിയൻ നടത്തുന്നവർ വിദ്യാഭ്യാസമില്ലാത്തവരല്ല. എന്തിനും ഏതിനും നാളും നാഴികയും നോക്കുന്നവർ സാധാരണക്കാരായ ആൾക്കാരല്ല. എന്നുവെച്ചാൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവരോ കൊണ്ടോ ഒന്നും ഒരു മികച്ച വ്യക്തിയായി മാറുന്നില്ല എന്ന് അനുമാനിക്കാം. അതുപോലെ അയാൾ അന്ധവിശ്വാസത്തിന് അതീതനുമാകുന്നില്ല. പണ്ടത്തെ ആളുകളുടെ അജ്ഞതയിൽ നിന്നാണ് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായത്. പിന്നീട് അതവർ മതങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥനയും ആചാരങ്ങളുമൊക്കെ ആയിട്ട് മാറ്റിയെടുത്തു. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം തുടച്ചു മാറ്റാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ അതിനെ അങ്ങ് എടുത്തു, സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. അത്തരം അന്ധവിശ്വാസങ്ങൾ ഈ ഒരു സമൂഹ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മാറി. അതുകൊണ്ടാണ് കാലം ഇത്രയും മുന്നോട്ട് പോയിട്ടും എല്ലാവരും അറിവുണ്ടായിട്ടും എല്ലാത്തിനും ശാസ്ത്രീയമായ വിശകലനം ഉണ്ടായിട്ടും ഇന്നും നമ്മൾ പലതിനോടും ചോദ്യം ചെയ്യാൻ മടി കാണിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ അജ്ഞതയല്ല ഇന്ന് കാണുന്ന അന്ധവിശ്വാസത്തിൻ്റെ കാരണങ്ങൾ, മറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസത്തെ മറികടക്കാനുള്ള അറിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാത്തതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു വശത്ത് നമ്മൾ സയൻസിലൂടെ പുതിയ അറിവുകൾ നേടുകയും മറ്റൊരു വശത്ത് അന്ധവിശ്വാസങ്ങൾ